ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേഗത്തിലൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി കഴിഞ്ഞ ശേഷം എണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചു, അതുപോലെ തന്നെ പെരിഞ്ജീരകം അല്പം ഇട്ട് പൊട്ടിച്ചു. അതും പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റും എടുക്കാം, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 മുഴുത്ത സവാളയാണ് എടുത്തത്. ഒരുപാട് സവാള ആയിട്ടുണ്ടെങ്കിൽ മധുരം ഉണ്ടാകും. അപ്പോൾ ഞാനൊരു 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള ഒന്ന് വേഗം വഴന്ന് വരാൻ വേണ്ടി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ശേഷം നമുക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ ദാ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഞാനത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി ഞാൻ അധികം ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ചിക്കൻ മസാലയും ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണേൽ ഗരം മസാലയോ അങ്ങനെയൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഇത്ര മാത്രം ആവശ്യമായിട്ട് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം, അല്ലെന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും. നമുക്ക് ചെറിയ തീയിലിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് പച്ചമണം എല്ലാം മാറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മുട്ട പുഴുങ്ങി പൊളിച്ച് അതൊന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2ആയിട്ട് കീറിയാണേലും ഇട്ട് കൊടുക്കാം. അതിനുള്ളിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് വരഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് മസാലയൊക്കെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്കൊന്നുകൂടെ ആ വെള്ളമൊക്കെ ആയിട്ടൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ അല്പം വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്. ഇനി ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ. ഇതൊന്നുമില്ലെങ്കിൽ എന്നെപ്പോലെ സാദാ പാൽ, ഞാൻ ഇവിടെ പാക്കറ്റിൽ വരുന്ന പാലാണത്, സാദാ പശുവും പാൽ, അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.